ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മഞ്ചാടിയും ജീവൻ രാജും കൂടി രജിസ്റ്റർ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നതും അവർക്കൊരു 30 ദിവസത്തിനുള്ളിൽ എന്താ പറയുക, മറ്റാരും എതിർത്തില്ലെങ്കിൽ നിയമപ്രകാരം വിവാഹിതരായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. പക്ഷെ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് മഞ്ചാടിക്ക് കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അനിതേച്ചിയുടെ അനിയൻ അവന് പുതിയതായിട്ട് അവിടെയാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ ആ നോട്ടീസ് ബോർഡിൽ മഞ്ചാടിയുടെ ഫോട്ടോ കണ്ടതും പഞ്ചരത്നം എന്താ പേര് അഡ്രസ്സൊക്കെ കണ്ടതും അവൻ പെട്ടെന്ന് തിരിച്ചറിയാണ്. അവൻ പിന്നീട് അനിതയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തിയപ്പോൾ ശബരിയോട് മാത്രമായിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് കേട്ടോ. അത് കേട്ട ഉടനെ ശബരി ഞെട്ടിപ്പോവാണ്. നീ എന്തൊക്കെയായി പറയുന്നേ, എന്നിട്ട് എന്താ നീ ഇത്ര നാളും പറയാതിരുന്നേന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്തോ ജോലി തിരക്കിലായതുകൊണ്ട് വിട്ടുപോയതാന്നൊക്കെ അവൻ പറയാൻ കേട്ടോ. അങ്ങനെ എന്തായാലും ശബരി ആ വാർത്ത ദയോട് പോലും പറയാതിരിക്കുകയാണ്. വിഷുനാളിൽ എന്തായാലും ദയയുടെ വീട്ടിൽ പോകുമ്പോൾ രഘുവേട്ടനോട് സംസാരിക്കാനാണ് ശബരി മനസ്സിൽ കരുതിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും വിഷുവിൻ്റെ അന്ന് അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ ആ തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ശബരി രഘുവിനെ വിളിക്കുകയാണ്. അപ്പോൾ വിനയനും ഉണ്ട് അവിടെ. രണ്ടുപേരും അവിടേക്ക് ചെന്നപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രഘു ചോദിച്ചു, അന്നത്തെ പൈസേന്റെ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല ശബരി, അത് അമ്പിളി വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നതാന്ന് പറഞ്ഞു. അതൊന്നുമല്ല രഘുവേട്ടാ, മറ്റൊരു പ്രശ്നമുണ്ട്. അച്ഛൻ ഇത് തൽക്കാലം അറിയണ്ടെന്ന് പറയണ്ടോ. എന്താന്ന് ചോദിക്കുമ്പോഴാണ് മഞ്ചാടിയെ സംബന്ധിക്കുന്നതാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മഞ്ചാടിയെ സംബന്ധിക്കുന്ന എന്തോ ഒരു വെളിപ്പെടുത്തൽ അച്ഛൻ ഇന്ന് നടത്തും. അത് അവളുടെ വിവാഹത്തെക്കുറിച്ചായിരിക്കുമോ എന്നൊക്കെ ചർച്ചയുണ്ട് എന്നൊക്കെ രഘുവും പറയാൻ കേട്ടോ. പക്ഷെ അവളെക്കുറിച്ച് അച്ഛൻ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഇനി ഫലിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവൾ അതിനൊന്നും നിന്ന് നിരത്തുമില്ല. അവൾ നമ്മളുടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കളഞ്ഞു എന്ന് ശബരി പറയട്ടോ. എന്ത് പറ്റി ശബരി എന്ന് വിനയനും ചോദിക്കുകയാണ്. അപ്പം അവളും ആ ജീവൻ രാജും കൂടി രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് എന്താ പറയുക, ഈ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ നോട്ടീസ് ബോർഡിൽ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു അപേക്ഷാ ഫോം അവിടെ ഒട്ടിച്ചു വെച്ചത് അനിതേച്ചിയുടെ അനിയനാണ്. അവനവിടെ പുതിയതായിട്ട് ജോലി കിട്ടിയപ്പോൾ അവനാണ് അത് ഫോട്ടോ എടുത്ത് എനിക്ക് കാണിച്ചു തന്നതെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടത് നമ്മുടെ രഘു ആകെ ഞെട്ടിപ്പോവാണ്. സ്വന്തം കുഞ്ഞിനെ പോലെയാണോ മഞ്ചാടീനെ നോക്കിക്കണ്ടത്? മഞ്ചാടി ഇങ്ങനെ ഒരു അവിവേകം ചെയ്തു എന്നോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് രഘു പറയാൻ കേട്ടോ. വിനയനും അത് തന്നെ ആവർത്തിച്ചു. അല്ല, എന്തായാലും 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആരും എതിർപ്പ് പറഞ്ഞില്ലെങ്കിലല്ലേ അതിന് നിയമസാധുതയുള്ളൂ എന്ന് രഘു ചോദിക്കാം കേട്ടോ. അതെ, അത് അത്ര തന്നെ ഉള്ളൂ. അതിനുള്ളിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും അവൾ ആ ജീവൻ രാജിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചതിലാണ് എനിക്ക് അതിശയമെന്ന് രഘു പറയാം കേട്ടോ. അപ്പോൾ വിനയം പറഞ്ഞു, ചുമ്മാ അന്ന് നമ്മുടെ ഗോകുല് കുറച്ച് ആള് ജയിലിൽ കിടന്നു എന്നല്ലാതെ എന്ത് കാര്യം ഉണ്ടായി? ഇവളും ആ ജീവൻ രാജ്യവും കാരണമാണ് അവൻ ആ പാവം ജയിലിൽ കിടക്കേണ്ടി വന്നതെന്ന് പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ വിനയൻ എന്താ പറയുക, രഘുവും മറുത്തൊന്നും പറഞ്ഞില്ല. സത്യമാണല്ലോ, തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു പയ്യനെ എന്ത് വിശ്വസിച്ചാണ് മഞ്ചാടി ജീവിതകാലം മുഴുവൻ ഒരു ജീവിതസഖിയായിട്ട് ഒരു പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും തൽക്കാലം അമ്മാവനറിയാതെ ഈ ഒരു പ്രശ്നം കൂടി ഒതുക്കി തീർക്കാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ചെറിയ മോളുടെ കയ്യിലിരിപ്പ് അച്ഛനെ അറിയുക തന്നെയാണ് വേണ്ടത്. എന്തായാലും മഞ്ചാടിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനം വെളിപ്പെടുത്തൽ എല്ലാ കുടുംബക്കാരുടെയും മുന്നിൽ വെച്ച് അനന്തമാഷി വെളിപ്പെടുത്താൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതിപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം മഞ്ചാടിക്ക് എന്താ പറയുക, അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു വിവാഹാലോചന അതിനെക്കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും അനന്തമാഷി പറയാൻ പോകുന്നതെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ എന്താ പറയുക, ആ തറവാടിന്റെ യഥാർത്ഥ അവകാശി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തമ്പായി കഴിഞ്ഞൊരു ദിവസം പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ അവകാശിയുമായിട്ട് ആണോ ഇനി മഞ്ചാടിയുടെ വിവാഹം അനന്തമാഷി ഉറപ്പിക്കാൻ പോകുന്നത് എന്നെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജീവൻ രാജ് മഞ്ചാടിയെ ചതിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. തൽക്കാലത്തേക്ക് മഞ്ചാടി അവനെതിരെ നിൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവനിപ്പോൾ മഞ്ചാടിയുടെ താളത്തിനൊത്ത് തുള്ളുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇന്ദ്രനാണെങ്കിലോ കുഞ്ഞിനും അനുപമയ്ക്കുമുള്ള ഓണക്കോടിയും വിഷുക്കോടിയും കൊണ്ടിട്ടാണ് ചെന്നിരിക്കുന്നത്. ആ സമയത്ത് പഞ്ചരത്നത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനുപമയും ദാസ് സാറും മഞ്ചാടിയും എല്ലാം. ഭാനുമ്മയും ഉണ്ട് അവിടെ കൂടെ. അപ്പോൾ കുഞ്ഞിനുള്ള വിഷുക്കോടിയാണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തോളം പറയുകയാണ് ദാസ് സാറ്. അങ്ങനെ കുഞ്ഞിനുള്ളത് അവൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്നൊക്കെ നമ്മുടെ അനുപമ ദാസ് സാറിനോട് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോയേക്കാന്നൊക്കെ നമ്മുടെ ഇന്ദ്രനും പറയുന്നുണ്ട്. അനുപമ ഇന്ദ്രന്റെ മുഖത്ത് നോക്കുന്നില്ല. അതിനുശേഷം തൻ്റെ കയ്യിലുള്ള ബാക്കി ഒരു കവറും കൊണ്ട് ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ എത്രയായിട്ടും അനുപമ തിരിഞ്ഞു നോക്കാത്തത് കാരണം അനുപമയെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത ഇന്ദ്രൻ ആ ഒരു കവറ് അവിടെ ടേബിളിൽ വെച്ചിട്ട് തിരിഞ്ഞു പോവുകയാണ്.
അങ്ങനെ നമ്മുടെ അനുപമയാണെങ്കിലോ തിരിഞ്ഞു നിന്നപ്പോൾ ഈ കവറാണ് കാണുന്നത് കേട്ടോ. ഇന്ദ്രൻ ഇറങ്ങുകയും ചെയ്തു മുന്നിലേക്ക്. എല്ലാവർക്കും വലിയ വിഷമമായി. ഇന്ദ്രന് അത്രമാത്രം വിഷമമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഇറങ്ങി പോകുന്ന ഇന്ദ്രനോട് ഒന്ന് നിൽക്കാൻ പറയാണ് അനുപമ. എന്നിട്ട് ആ ഒരു കവറോടി ഇതിവിടെ മറന്നു വെച്ചതാണെങ്കിൽ ഇതും കൂടി എടുത്തിട്ട് പോകണം എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, അല്ല മറന്നു വെച്ചതല്ല, അതൊരു സാരിയാണ്. ഞാൻ അനുവിന് വിഷുക്കോടി, എനിക്കുള്ള വിഷുക്കോടിയെല്ലാം എൻ്റെ അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അല്ല അനു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ എന്തൊക്കെയോ പറയാൻ ഭാവിക്കുമ്പോഴേക്കും അനുഭവം പറഞ്ഞു, ഇതൊന്ന് എടുത്ത് ഇവിടുന്ന് ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട് തല താഴ്ത്തി അവിടുന്ന് ഇറങ്ങി പോവാനല്ലാതെ ഇന്ദ്രന് മറ്റൊന്നും കഴിയുമായിരുന്നില്ല കേട്ടോ. അനുപമ ചെയ്തത് കുറച്ച് കൂടിപ്പോയിന്ന് എന്താ പറയുക അഭിപ്രായമാണ് കൂടിയിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ദ്രനും ഇന്ദ്രന്റെ അമ്മയും അത്രമാത്രം അനുപമയെ ദ്രോഹിച്ചിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവളായിരിക്കണം പെണ്ണ് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ അനുപമ. ഒരുപാട് അടിച്ചമർത്തലുകൾക്കും അവഗണനകൾക്കും ചവിട്ടിത്താഴ്ത്തലുകൾക്കും എല്ലാത്തിനും ശേഷമാണ് അനുപമ ഇപ്പം ഒരു ബോൾഡായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ദ്രനെ ഡിവോഴ്സ് ചെയ്തിട്ട് തൻ്റെ ജീവിതം തനിച്ചൊരു ജീവിതം താനും മകനുമായിട്ടുള്ള ഒരു സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കുക, അത് തന്നെയാണ് അനുപമയുടെ സ്വപ്നം. എന്തായാലും വീണ്ടും ഇന്ദ്രനും അനുപമയും ഒന്നിക്കാതിരിക്കട്ടെ, അത് തന്നെയായിരിക്കും നല്ലത്. ഹർഷി അവിടെ വിഷുക്കണിയും വിഷു സദ്യയൊക്കെ ഒരുക്കി ഇന്ദ്രനെ കാത്തിരിപ്പുണ്ട്. സുശീലയാണെങ്കിലോ എന്താ പറയുക, നിന്റെ ഭർത്താവ് കൂടി സമ്മതിച്ച് ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ മകനാണ് ഇന്ദ്രനെങ്കിൽ ഞാൻ അവനെയും കൊണ്ട് ഇന്ന് നിന്റെ വീട്ടിൽ വന്നിരിക്കും, നമ്മൾ അവിടെ നിന്നായിരിക്കും വിഷു ആഘോഷിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഹർഷയ്ക്ക് വാക്കും കൊടുത്താണ് സുശീല വന്നിരിക്കുന്നത്. എന്തായാലും അനുപമ തന്നെ ഇറക്കി വിട്ടതിൽ ഇന്ദ്രന് പരാതിയില്ല. കാരണം അത്രമാത്രം താൻ തൻ്റെ ഭാര്യയെ ദ്രോഹിച്ചു എന്ന് ഇന്ദ്രൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിറകെ ആയിരിക്കും നമ്മുടെ സുശീല ഇപ്പോൾ ഇന്ദ്രനെ വിളിക്കാൻ പോകുന്നത് ഹർഷയുടെ വീട്ടിലേക്ക്. ഇതിനെല്ലാത്തിനും കാരണക്കാരി സുശീലയും ഹർഷയുമാണെന്ന് അറിയുമ്പോൾ നമ്മുടെ താനും അനുപമയും തമ്മിൽ പിരിയാൻ തന്നെ ഇവരാണ് കാരണം. എന്നിട്ടിപ്പോൾ തന്നെയും ഹർഷയെയും ഒന്നിപ്പിക്കാനാണ് അമ്മ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ഇന്ദ്രൻ എന്തായാലും സുശീലയുടെ വയറ് നിറച്ച് കൊടുക്കും. വീണ്ടും അടുത്ത കിള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.